കടം വാങ്ങിക്കേണ്ടി വരുന്നതും അതുപോലെ തന്നെ സ്വർണം പണയം വെക്കേണ്ടിയൊക്കെ വരുന്നത്. അപ്പൊ അതെന്താണെന്ന് കൂടി നോക്കാം. കുറെ അധികം ചിലവുണ്ട്, നമ്മൾ പോലും അറിയാതെ ഓരോ മാസവും നമ്മളിലേക്ക് വരുന്ന ചിലവുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻവിസിബിൾ എക്സ്പെൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഹോസ്പിറ്റലൈസേഷൻ ആണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വരാതിരിക്കാറില്ല അല്ലെ? പലപ്പോഴും നമുക്കറിയാം എപ്പോഴെങ്കിലും ഒക്കെ വന്നു പോകാറുണ്ട്. അങ്ങനെ വന്നാൽ, വരാതിരിക്കട്ടെ, അങ്ങനെ വന്നു പോയാൽ ഒരു പക്ഷെ ബില്ല് 4 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷം രൂപ വരെയൊക്കെ പോയേക്കാം. അപ്പോൾ ഈ സമയങ്ങളിലാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പ്രാധാന്യം നമുക്കുള്ളത്. ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഹെൽത്ത് ഇൻഷുറൻസ് ഒരു അധിക ചെലവാണ്, അല്ലെങ്കിൽ സാധാരണക്കാരൻ അത് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ മസ്റ്റാണ്. ഇപ്പൊ പല രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രകടന പത്രികയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ആഡ് ചെയ്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ലഭിച്ചാൽ തീർച്ചയായിട്ടും വലിയ ഉപകാരമായിരിക്കും. പക്ഷെ അത് ലഭിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ഫാമിലിക്കും ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസ് പലപ്പോഴും ഇത്രയും വലിയ ബില്ല് വരുന്ന കാരണം നമ്മുടെ മാസം ബഡ്ജറ്റിൽ ഇത് അറിയാറില്ലെങ്കിലും വർഷത്തിലൊരു ഹിഡൻ കോസ്റ്റ് ആയിട്ട് പലപ്പോഴും ഹോസ്പിറ്റലൈസേഷൻ വരാറുണ്ട്. രണ്ടാമത് മാരേജ്, ഹൗസ് വാമിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ റിലേറ്റീവ്സിലോ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ തന്നെയും എത്രയോ കല്യാണങ്ങൾക്ക് നമ്മൾ ഒരു വർഷം പോകാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന് നമ്മൾ പോകാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ കൈവീശി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും. അടുത്ത ബന്ധുവാണെങ്കിൽ വലിയ ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ടി വരും അല്ലെ? അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ആണെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ടി വരും, ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോഴും ഒരു വലിയ തുക നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ഇത് പലപ്പോഴും എല്ലാ മാസവും വരണമെന്നില്ല, ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും വരിക. പക്ഷെ ഇതും ഒരു ഹിഡൻ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതും ശരിക്കും നമ്മൾ നമ്മുടെ ബഡ്ജറ്റിലെ ഒരു ആവറേജിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്.